ഏത് കല്യാണത്തിന്റെ? ബാലചേട്ടന്റെ എലിസബത്ത് ആയിട്ടുള്ള ഒരു വിവാഹത്തിന്റെ ശേഷമായിട്ടുള്ള വിവാഹ ഫോട്ടോ പിന്നെയും ആളുകൾ നീ ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു. എന്താ കോകിലെ പുതിയ വിശേഷങ്ങൾ? അമ്പലത്തിലൊക്കെ நேத்து மாமா கோயில்ல போயிட்டு சத்தமா பேசு. ஒன்றும் இல்லை, வயதில் இந்த பாடியில் കുറച്ച് സ്ട്രെങ്ത് കൂടി പ്രാർത്ഥനയും കൂടി മുരുകർ ടെമ്പിളിൽ സൈന പ്രദക്ഷിണം ചെയ്തു. സോ അപ്പോൾ മണ്ണ് കല്ലൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതിൽ തൊലി പോയി. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി എനർജി കൂടി. പക്ഷെ എന്നാലും കുറച്ച് റെസ്റ്റ് എടുക്കണം. ഭയങ്കര സന്തോഷം. വൈക്കം വന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനസ്സിൽ ഒരു പീസ്ഫുൾനെസ്. ഇത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ ശിശുകുട്ടികളുടെ കലാമേള. അതെ, അത് മാത്രമല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, നാഗവല്ലിയിൽ ആനന്ദവല്ലി. അപ്പോൾ ഞാനിപ്പോൾ അന്ന് പറഞ്ഞതുപോലെ വാക്കായിരിക്കും. നിങ്ങൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വാ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പഞ്ചായത്തിൻ്റെ ഇതിൽ ഒരു ചെറിയ സ്കൂളുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൾറെഡി കഴിഞ്ഞു, ഇന്നും ഒരു 10% ഉള്ളൂ. അതേപോലെ ക്യാൻസർ പേഷ്യൻറ്റ് വൈക്കത്തിൽ നിന്ന് ക്യാൻസർ പേഷ്യൻറ്റ് സഹായിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. കാല് വയ്യാതെ ഒരാൾക്ക് ചെയ്തു. പിന്നെ അങ്ങ് ക്രിക്കറ്റ് ഗ്രൗണ്ട് இருக்குது, സ്പോർട്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് സ്പോർട്സ് അവർക്കെല്ലാം സ്പോൺസർ ചെയ്യുന്നു. ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ല കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ കൺസെപ്റ്റ് ഒന്ന് താ. ഇപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് വിട്ട് വന്നു. ഞാൻ അന്നേ പറഞ്ഞു, ഇത്രയും നാളും നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഒരു സംശയത്തിൻ്റെ പേരിൽ ഞാൻ അന്യനായിപ്പോയി. പക്ഷെ இந்த பூமி இங்கே இருக்கிற எல்லாருமே என் சொந்தக்காரங்க. அந்த அகங்காரம் எனக்கு இருக்கு. என்ன நீங்கள் வேண்டாம்னு வச்சு நான் வேண்டாம்னு வச்சு இல்லை. പക്ഷെ இந்த பூமியில் എനിക്ക് എല്ലാവരും കാണുമ്പോൾ എൻ്റെ ബന്ധത് പോലെ ഉണ്ട്. പിന്നെ കൊച്ചിയിൽ ഉള്ളവരും എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഇപ്പോഴും അവരെ ഞാൻ സഹായിക്കുന്നുണ്ട്. വീഡിയോസ് വരുന്നുണ്ട്. തിരുവരാണിക്കുരത്തിൽ നിന്ന് വന്നിരുന്നു, കൊച്ചിയിൽ വന്നു. അതുക്കുള്ള സമയം ഇല്ല. എനിക്ക് മതമോ രാഷ്ട്രീയമോ ഇല്ല. ഫസ്റ്റ് മനസ്സിലാവണോ? എനിക്ക് ലിവർ തന്നത് ക്രിസ്ത്യാനി, ബ്ലഡ് തന്നത് മുസ്ലിം, நான் ஹிந்து. என் வீட்டுக்கு புத்தர் இருப்பார். நான் ஏது மதம்? என் கழுத்தில் கொந்தமும் இருக்குது, ருத்ராட்சமும் இருக்குது, எல்லாம் இருக்குது. மனுஷனை பார்க்கணும், நம்மளை സ്നേഹിക്കണം. ഇന്ന് ഞാൻ വന്നത് ഒട്ടും വരാൻ പാടില്ല. കാരണം ഇൻഫെക്ഷൻ ആവും, ഭയങ്കര ഇൻഫെക്ഷൻ ആവും. ഈ ഷർട്ട് മാത്രമേ ഇട്ടിരിക്കുക, ഇന്നും പാച്ച് കൂടെ ഞാൻ ഇട്ടില്ല. ഞാൻ വന്ന ഒരു റീസൺ, സ്നേഹമേ ജയിക്കുള്ളൂപ്പാ இந்த ഭൂമിയിൽ. അതിനു വേണ്ടി വന്നത്. പുതിയ വിശേഷങ്ങൾ അങ്ങനെ ചോദിക്കുക. എന്താ കോകിലെ പുതിയ വിശേഷങ്ങൾ? അമ്പലത്തിലൊക്കെ நேத்து மாமா கோயில்ல போயிட்டு சத்தமா பேசு. நேத்து கோயில்ல போயிட்டு மாமா வேண்டுதல்ல இருந்தது, அது முடிச்சா நல்லா இருந்தது. சர்ச் போனோம், நிறைய வெளியில எல்லாம் சைக்கிள் போனோம், நானும் மாமாவும். ஆமா, நல்லா இருக்கும். மழையில எல்லாம் வீடியோ எடுத்ததெல்லாம் பாத்தீங்கன்னா நல்லா இருக்கும். வேற என்ன உദ്ദേശിக்கிற? ഇപ്പതാനെ ഉരുണ്ട് പ്രാർത്ഥിച്ചിട്ട് വന്നിരിക്കാൻ. ഇപ്പോ വിവാഹശേഷം ഒരുപാട് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ വിവാഹശേഷം ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഫേസ്ബുക്കിലായാലും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? கவனிக்கிறேன், எல்லாம் பாக்குறேன். ஆனா எல்லாரும் என்ன நினைக்கிறீங்க, மாமாவை பத்தி நெகட்டிவா தப்பா தான் நினைக்கிறீங்க. ஆனா யாருக்கும் தெரியாத ஒரு உண்மை இருக்கு. அது நான் மாமாக்கு எனக்கும் தான் தெரியும். பட் ஆனா அது சொல்ல மாட்டாரு. எனக்கு தெரியும். அது மாமாவை சொன்னாதான் நீங்க எல்லாம் அப்போ மாமா சொன்னா உங்களுக்கு നന്നായിരിക്കട്ടെ. നന്ദി മറക്കാൻ ബാലയല്ല. ബാല ഒരു ദ്രോഹിയില്ല. ഒരിക്കലും ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല. നന്ദിയും മറക്കില്ല. പക്ഷെ തുറന്നു പറഞ്ഞാൽ ചില പേരുടെ ജീവിതം പോകും. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അത് എൻ സങ്കടം എന്നോട് പോട്ടെ. സത്യം നിങ്ങൾ വിചാരിക്കുന്നതല്ലപ്പാ സത്യം. സത്യം നിങ്ങൾ ചിന്തിക്കാத ലെവലിൽ இருக்கு அந்த சத்தியம். அது என் பொண்டாட்டிக்கு தெரியும், என் க்ளோஸில் இருக்க எல்லா சர்க்கிளுக்கும் அறியாம். பெட்டுன்னு ஒரு நாள் நான் கைவிட்டுட்டேன், துரோகம் பண்ணிட்டேன், என்ன தெரியும்? என்ன உங்களுக்கு தெரியும்? ஒன்றும் தெரியாது. எதுவுமே தெரியாம அவங்க இஷ்டத்துக்குன்னு ஏதோ பேசிட்டு இருக்காங்க. அதெல்லாம் பார்க்கும்போது எனக்கு கோவம் வருது. ஏன்னா எனக்கு தெரியும் உண்மை. അത് മാമാവാ എപ്പോ சொல்றாரോ சொல்ல മാട്ടാറ്. വിവാഹശേഷം എലിസബത്തിന്റെ ഒരു വിവാഹ ഫോട്ടോസ് ഒക്കെ ഇപ്പോ ഇതായിട്ട് വരുന്നുണ്ട്, ബാലയെ പരിഹസിച്ചെന്നുള്ള രീതിയിൽ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ നോക്കിക്കാണും? ഏത് കല്യാണത്തിന്റെ? ബാലചേട്ടന്റെ എലിസബത്ത് ആയിട്ടുള്ള ഒരു വിവാഹത്തിന്റെ ശേഷമായിട്ട്
വിവാഹ ഫോട്ടോ പിന്നെയും ആളുകൾ നീ ചോദിച്ചു ഞാൻ ഉത്തരം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ദൈവം പറയട്ടെ. ജനപ്രതിനിധികളെല്ലാം കൂടി